വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കും. കാൽവരി ഭയത്തിൻ്റെ യാത്രയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ചില സമയത്ത് വിശുദ്ധി എന്നത് അതിസ്വാഭാവിക കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ഇന്ന് നമുക്ക് ബൈബിൾ ഭാഗം വ്യാഖ്യാനിക്കാൻ വെറോനിക്ക സുവിശേഷത്തിൽ സ്നേഹം എന്ന വാക്ക് അത് മനുഷ്യരൂപമെടുക്കുകയും അത് നമുക്ക് കാണാൻ പാകത്തിൽ എത്തുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുടെ എണ്ണമേറുന്ന കാലത്ത് ആ കാഴ്ചയ്ക്കപ്പുറത്ത് ധൈര്യം അവലംബിച്ച് ഇറങ്ങിത്തിരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് വെറോനിക്ക നമ്മെ പഠിപ്പിക്കും. ഒരു കൈത്തുവാലയും കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൂടെ ഒരു വെറോനിക്ക എപ്പോഴും നടന്നു നീങ്ങിയിരുന്നെങ്കിൽ ഒരാളുടെ മൗനത്തിൻ്റെ പിന്നിലൊരു സങ്കടമുണ്ടെന്ന്, ഒരാൾ കാണിക്കുന്ന കുരുത്തക്കേടുകൾക്ക് പിന്നിൽ ഒരു നൊമ്പരത്തിൻ്റെ പാടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു വെറോനിക്കായും ആ വെറോനിക്കായ്ക്കൊരു കൈത്തുവാലയും ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയുമേറെ മുഴങ്ങിയേനെ. പരസ്പരം ഹൃദയങ്ങളിൽ ഓരോരുത്തരും ഇംപ്രിന്റ് ചെയ്യപ്പെട്ടേനെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനത്തിൻ്റെ 27ാമത്തെ അധ്യായം, 27th ചാപ്റ്റർ. ഇന്ന് വെള്ളിയാഴ്ച മാർഗത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും കാണണം. കുരിശിൻ്റെ വഴിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. എന്താണ് ശരിക്കും കുരിശിൻ്റെ വഴി? അത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ചരിത്രം എന്ത്? അതുകൂടാതെ 15 സ്ഥലങ്ങളുടെ 15ാം സ്ഥലമായി ഈശോയുടെ തിരുവുദ്ധാനവും ഉൾപ്പെടുത്തി 15 സ്ഥലങ്ങളുടെ ഒരു പെട്ടെന്നുള്ളൊരു റിഫ്ലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആ ടോക്കിലുള്ളത്. അത് മസ്റ്റായിട്ടും, കാരണം നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. അതൊന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവർക്കത് പങ്കുവെച്ച് കൊടുക്കണം. അതുകൂടാതെ ഒരു 15 മിനിറ്റിൻ്റെ ഒരു ക്യാപ്സ്യൂൾ കുരിശിൻ്റെ വഴി, ഒരു ചെറിയ കുരിശിൻ്റെ വഴി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്പം സമയദൈർഘ്യമുള്ള ഒരു പ്രത്യേക തരത്തിൽ ധ്യാനിച്ചൊരുങ്ങിയുള്ളൊരു കുരിശിൻ്റെ വഴി സമീപ ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും. അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്നു. പ്രാർത്ഥിക്കുക. അത് കാര്യങ്ങൾ നടന്നാൽ നിങ്ങളിലേക്ക് എത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 15 മിനിറ്റേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചെല്ലേണ്ട, നമ്മൾ ഒരുമിച്ച് ചെല്ലേണ്ട 2 പ്രാർത്ഥനകളും, ആദ്യം ഈശോ മിശിഹായെ ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന പ്രാർത്ഥനയും, ഒടുവിൽ പരിശുദ്ധ അമ്മയോട് സഹായം ചോദിക്കുന്ന ആ പ്രാർത്ഥനയും, അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അത് കൂടാതെ ഓരോ സ്റ്റേഷനും പറയുന്നു ഒരു ചെറിയ ഒറ്റ സെൻറ്റൻസിലെ ഒരു ധ്യാനം, അതിനെ തുടർന്ന് ഒറ്റ സെൻറ്റൻസിലൊരു പ്രാർത്ഥന. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു യാത്രയിലാണ്, പെട്ടെന്നൊന്ന് കേൾക്കണം, കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക ഒരു സങ്കടം, ഒരു നിയോഗം വരുന്നു, പെട്ടെന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി കാഴ്ചവെക്കണം, ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയ കുരിശിൻ്റെ വഴി. ഇപ്പോൾ ഒരു ജോലിയിലാണ്, പക്ഷേ അതവിടെ പ്ലേ ചെയ്ത് അതിൻ്റെ ഒരു അനുഗ്രഹത്തിൽ ആയിരിക്കും. നടക്കാൻ ഇറങ്ങുന്നു, ഇത് കേട്ടുകൊണ്ട് നടക്കാൻ പോകാം. അങ്ങനെ ആ ചൈതന്യത്തിലായിരിക്കാൻ നമ്മളെ ഒരുക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷ. ഇനി നമുക്ക് ഇന്നത്തെ മാർഗം എപ്പിസോഡിലേക്ക് വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എനിക്കേറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത ഒരു കാര്യം. ബൈബിളിലില്ല, സുവിശേഷം തപ്പിയാൽ കാണില്ല. സഭയുടെ വിശിഷ്ട പാരമ്പര്യം നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു നൽകിയ ഒരു നിധി. എന്നാൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു പേര്. അതാണ് ഇന്നത്തെ ധ്യാനം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. എ സ്മോൾ ആക്ട് ഓഫ് കമ്പാഷൻ. കരുണയുടെ ഒരു ചെറിയ പ്രവൃത്തി, പക്ഷേ വലിയ ദൈവിക വെളിപാട് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കാൽവരി ഭയത്തിൻ്റെ യാത്രയാണ്. ഇറ്റ്സ് എ റോഡ് ഓഫ് ഫിയർ. ഭയത്തിൻ്റെ വഴിയാണ് കാൽവരി. ആ ഭയത്തിൻ്റെ വഴിയിൽ കുറേ പേര് അകലമിട്ട് നിൽക്കും. പൊതുവെ മനുഷ്യർ ഭീരുക്കളാണ്, അവർ അകലമിട്ട് നിൽക്കും. ഒപ്പം മനുഷ്യർക്ക് കൗതുകമുണ്ട്. കുറേ ആൾക്കാർ കൗതുകം, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണം.
ചിലർ മറ്റുള്ളവരെ കളിയാക്കി ആനന്ദം കണ്ടെത്തുന്നവർ, അവർ ദേ കെപ്റ്റ് ഓൺ മോക്കിംഗ് ജീസസ്, കളിയാക്കിക്കൊണ്ടിരുന്നു. വേറെ കുറേ പേര് നിശബ്ദ സാക്ഷികൾ, മൂകസാക്ഷികൾ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പറയണമെന്നുണ്ട്, പക്ഷേ അഗെയിൻ ഭീരുക്കൾ, നിശബ്ദർ, കാഴ്ചക്കാർ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ ഒരു ചുവട് എടുത്തു വയ്ക്കുന്നു. വെറോനിക്ക ഈസ് ടേക്കിംഗ് എ സ്റ്റെപ്പ് ഫോർവേഡ്. മുന്നോട്ട് ഒരു ചുവട് വയ്ക്കുന്നു. അവൾ കർത്താവിനെ സമീപിക്കുന്നു. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സുന്ദരമായൊരു വരിയുണ്ട്: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഇത് പറഞ്ഞ് വെറോനിക്ക മുമ്പോട്ട് വരുന്നു. വർത്തമാനങ്ങളില്ല, നോ സ്പീച്ചസ്, നോ ആർഗ്യുമെൻറ്റ്സ്, നോ പവർ, നോ അതോറിറ്റി, ജസ്റ്റ് എ സിമ്പിൾ ക്ലോത്ത്. കർത്താവിനെ സമീപിക്കുമ്പോൾ അവൾക്ക് വർത്തമാനങ്ങളില്ല, അവകാശവാദങ്ങളില്ല, അവൾക്ക് അധികാരമില്ല. അവളുടെ കയ്യിലാകെയുള്ളത് ഒരു വെള്ളത്തുവാല. ആ വെള്ളത്തുവാല കൊണ്ട് അവൻ്റെ മുഖം അവൾ തുടയ്ക്കുന്നു. ക്രൂരതയുടെ ഈ ലോകത്ത് ഒരു മൃദുഭാവം, കരുണയുടെ മൃദുഭാവമായി വെറോനിക്ക മാറുന്നു. നിസ്സംഗതയുടെ ഈ സംസ്കാരത്തിൽ, ഇൻ ദിസ് കൾച്ചർ ഓഫ് ഇൻഡിഫറൻസ്, അവൾ ധീരയായിട്ട് മാറുന്നു, ധൈര്യമുള്ളവളായി മാറുന്നു. സംടൈംസ് holiness is not heroic miracles. Sometimes holiness is not heroic miracles, but small mercy done at the right moment. ചില സമയത്ത് വിശുദ്ധി എന്നത് അതിസ്വാഭാവിക കാര്യങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് ശരിയായ സമയത്ത് കരുണയുടെ ഒരു ചെറിയ പ്രവൃത്തി മതി. അതാണ് നിന്റെ വിശുദ്ധി. അതിൻ്റെ തെളിവാണ് വെറോനിക്ക. ഇന്ന് നമുക്ക് ബൈബിൾ ഭാഗം വ്യാഖ്യാനിക്കാൻ വെറോനിക്ക സുവിശേഷത്തിൽ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന്, സഭയുടെ ഡിവോഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് വെറോനിക്കായി. എങ്കിലും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ബൈബിൾ വാക്യം, ഇന്ന് നമ്മൾ താല്പര്യത്തോടെ അല്പം നേരം ഇരുന്ന് വായിച്ച് മിഴിപൂട്ടി പ്രാർത്ഥിക്കേണ്ട ബൈബിൾ വാക്യം മത്തായി സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന കർത്താവിൻ്റെ വാഗ്ദാനം. ചെറിയവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ചെയ്യും. ഇതിൻ്റെ ലിറ്ററൽ എക്സ്പ്രഷനാണ് വെറോനിക്കായിൽ സംഭവിച്ചത്. സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരുവന് അവൾ ചെയ്തപ്പോൾ അവൾ ചെയ്തത്, സഹായം ചെയ്തത് മിശിഹായിക്ക് തന്നെ ആകുന്നു. അതിനോട് ചേർന്ന് സങ്കീർത്തനം 27:8, എൻ്റെ മുഖം തേടുവിൻ, സീക്ക് മൈ ഫേസ്, എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. സീക്ക് മൈ ഫേസ്, അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. വെറോനിക്ക അവൻ്റെ മുഖം തേടി, അവൻ്റെ മുഖം ഒപ്പിയെടുത്തു. പഴയ നിയമ ചിന്തകൾ ഇതിനോട് ചേർന്ന് പോകുന്നത്: ഒന്ന്, സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 25-26 വാക്യങ്ങൾ സമയം പോലെ നിങ്ങൾ വായിക്കണം. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സസ് 25 and 26. മുഖം സൂചിപ്പിക്കുന്നത് അത് ബന്ധത്തെ സൂചിപ്പിക്കുന്നു, അത് ആദരവിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ മുഖം അത് മുറിവാണ്, അത് അവഗണിക്കപ്പെട്ട മുഖമാണ്, അത് പരിഹസിക്കപ്പെട്ട മുഖമാണ്. പക്ഷേ ആ മുഖത്തെ അവൾ സമീപിക്കുമ്പോൾ അത് അവൾക്കാദരവായും അവൾക്ക് കർത്താവിനുള്ള ബന്ധമായും വളരുന്നു. ഇനി സഹനദാസൻ യെശയ്യ 52:14 ഡിസ്ഫിഗേർഡായിട്ട് മാറുന്ന കോലം കെട്ടുപോകുന്ന സഹനദാസനെ നമ്മൾ യെശയ്യ 52:14 കാണുന്നുണ്ട്. പക്ഷേ ആ സഹനദാസനെ വെറോനിക്ക സമീപിക്കുമ്പോൾ ഷീസ് അക്നോളജിങ് ദ ഡിഗ്നിറ്റി, അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന മഹത്വത്തെ അവൾ ആദരിക്കുകയാണ്. മറ്റൊന്ന്, പഴയ നിയമഭാഗങ്ങളൊന്നും അങ്ങനെ കൃത്യം കണക്ഷൻ അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളതിനെ വെച്ച് ധ്യാനിക്കുകയാണ്. പക്ഷെ ഇത് ഇനി പറയാൻ പോകുന്ന ഭാഗം പഴയ നിയമത്തിൽ അത് കൃത്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് നമുക്ക് ശരിക്കും ധ്യാന വിഷയവുമാണ്.
എക്സഡസ് 34, പുറപ്പാട് 34 ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ മഹത്വം മോശയുടെ മേൽ പ്രകാശിക്കുമ്പോൾ മോശ മൂടുപടം ധരിക്കുന്നു. മോശ വെയിൽ മൂടുപടം ധരിക്കുന്നു. കാരണം ഈ പ്രകാശം താങ്ങാൻ പറ്റില്ല. ഇവിടെ ഈശോയ്ക്കും മഗ്ദലന മറിയത്തിനും ഇടയ്ക്ക് ഒരു മൂടുപടമുണ്ട്, ഒരു വെയിലുണ്ട്, ഒരു മദ്ബഹാ വിരിയുണ്ട്, ഒരു മറയുണ്ട്. ഈ മറ സഹനത്തിൻ്റെ മറയാണ്. സഹനം മഹത്വത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ വെറോനിക്ക ആ മറയ്ക്കുള്ളിലുള്ള മഹത്വത്തെ തിരിച്ചറിയുകയാണ്. അതാണ് വെറോനിക്ക കർത്താവിനെ സമീപിക്കുന്നത്. സഹനമുണ്ട്, സഹനമാണ് വിരി, സഹനമാണ് മൂടുപടം. ആ സഹനത്തിൻ്റെ ഉള്ളിലെ ദൈവമഹത്വത്തെ, കർത്താവിൻ്റെ സാന്നിധ്യത്തെ വെറോനിക്ക തിരിച്ചറിയുന്നു. സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ പ്രാധാന്യം. പുറപ്പാട് എക്സഡസ് 33:20 നമ്മൾ വായിക്കുന്നു, നോ വൺ ക്യാൻ സീ മീ ആൻഡ് ലിവ്. എന്നെ കണ്ടിട്ട് ജീവിച്ചിരിക്കുന്നവർ ആരുണ്ട്? ഇതിൻ്റെ ഉത്തരമാണ്, അങ്ങനെ അപ്പോൾ ദൈവത്തെ കാണാൻ കഴിയില്ലേ? ദൈവത്തെ കണ്ടാൽ ജീവിച്ചിരിക്കാൻ കഴിയില്ലേ? അതിൻ്റെ ഉത്തരമാണ് ഇൻകാർണേഷൻ, മനുഷ്യാവതാരം. ദൈവം മനുഷ്യനായി അവതരിച്ച് തൻ്റെ മുഖം നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരികയാണ് മനുഷ്യാവതാരം. അതായത് മനുഷ്യാവതാരത്തെ ധ്യാനിക്കേണ്ടത് ഇൻവിസിബിൾ ഈസ് ബിക്കമിങ് വിസിബിൾ. അദൃശ്യമായത് ദൃശ്യമായ നേരമാണ് മനുഷ്യാവതാരം. നിത്യത ചരിത്രത്തെ പുൽകിയ നേരമാണ്. എറ്റേണിറ്റി ഈസ് എംബ്രേസിങ് ദ ഹിസ്റ്ററി. നിത്യത ചരിത്രത്തെ പുൽകുന്ന നേരം. സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണ്. ലവ് ഫൈൻഡ്സ് ഫീച്ചേഴ്സ്. ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ കണ്ണുകളിൽ, അവൻ്റെ നടത്തത്തിൽ, അവൻ്റെ സ്പർശനത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. സ്നേഹം എന്ന വാക്ക് അത് മനുഷ്യരൂപം എടുക്കുകയും അത് നമുക്ക് കാണാൻ പാകത്തിൽ എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ രക്ഷാകര ചരിത്രത്തിൽ ഈ മുഖത്തെ, ഈ മനുഷ്യാവതാരം ചെയ്യപ്പെട്ട മുഖത്തെ, ആ മുഖത്തിൻ്റെ സ്നേഹഭാവങ്ങളെ ഒപ്പിയെടുത്തവളാണ് വെറോനിക്ക എന്ന് തിരിച്ചറിയണം. ഇനി 1-2 കാര്യങ്ങൾ. ഒന്ന്, വെറോനിക്കായുടെ തൂവാലയിൽ കർത്താവിൻ്റെ മുഖം പതിഞ്ഞു. അതിനെ ലിറ്ററലി, അക്ഷരാർത്ഥത്തിലെടുത്താലും അതിനെ ആലങ്കാരികമായി എടുത്താലും നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം, എവറി ആക്ട് ഓഫ് മേഴ്സി leaves the image of Christ in your heart. Every act of mercy leaves the image of Christ in your heart. നീ ചെയ്യുന്ന എല്ലാ കരുണയുടെ പ്രവൃത്തിയും കർത്താവിൻ്റെ മുഖം നിന്റെ ഹൃദയത്തിൽ പതിപ്പിക്കും. നീ ചെയ്യുന്ന എല്ലാ കരുണയുടെ പ്രവൃത്തിയും. വെറോനിക്ക കരുണയുടെ പ്രവൃത്തി ചെയ്തു. അവളുടെ തുവാലയിൽ കർത്താവിൻ്റെ മുഖം പതിഞ്ഞു. അത് കേവലം തുവാലയിൽ പതിഞ്ഞതായിട്ടല്ല, അവളുടെ ഹൃദയത്തിൽ, അവളുടെ ആത്മാവിൽ മായ്ച്ചു കളയാനാകാത്ത മുദ്രയായി കർത്താവിൻ്റെ മുഖം പതിയുകയാണ്. ഇന്ന് നീ കരുണയുടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ മുഖം ഇംപ്രിൻ്റ് ചെയ്യപ്പെടും. മറ്റൊന്ന്, ട്രൂ ഡിവോഷൻ ഈസ് നോട്ട് ഡിക്റ്റേറ്റർഷിപ്പ്, ഇറ്റ് ഈസ് ആക്ഷൻ, ഇറ്റ് ഈസ് കറേജ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തരുടെ എണ്ണം കൂടുന്ന കാലത്ത്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുടെ എണ്ണമേറുന്ന കാലത്ത്, ഭക്തി കാഴ്ചക്കാരായിരിക്കുക എന്നല്ല, ഡിക്റ്റേറ്റർഷിപ്പ് അല്ല ഭക്തി. ആ കാഴ്ചയ്ക്കപ്പുറത്ത് ധൈര്യം അവലംബിച്ച് ഇറങ്ങിത്തിരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് വെറോനിക്ക നമ്മെ പഠിപ്പിക്കുന്നു. പിതാക്കന്മാരുടെ എഴുത്തിലോ പറച്ചിലോ ഒന്നും വെറോനിക്ക നേരിട്ട് വന്നിട്ടില്ലെങ്കിലും ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അഗസ്തിനോസ് പുണ്യാളം പറയുന്നു, സഭ മിശിഹ തന്നെയാണ്. സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സഭയോട്, സഭാതനയരോട് കരുണ കാണിക്കുമ്പോൾ നീ മിശിഹായെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, ദൈവാരാധനയ്ക്ക് ഓൾട്ടറിൻ്റെ, ബലിപീഠത്തിൻ്റെ അൾത്താരയുടെ വിരിയൊരുക്കുന്ന നീ അതിനേക്കാൾ മഹത്തരമായ ഒന്ന് ചെയ്യണം. അതെന്താണത്? പാവങ്ങളെ തുണി ഉടുപ്പിക്കണം, പാവങ്ങൾക്ക് വസ്ത്രമൊരുക്കണം. ചിന്തിച്ചു നോക്കിക്കേ. ദൈവാരാധനയ്ക്ക് കർത്താവിൻ്റെ ബലിപീഠം ഏറ്റവും ഭംഗിയായി അലങ്കരിക്കുന്ന, ഡെക്കറേറ്റ് ചെയ്യുന്ന നീ, നിന്റെ ആരാധന, നിന്റെ ഭക്തി അവിടെ അവസാനിച്ചു പോകരുത്. വസ്ത്രമില്ലാത്ത ഒരാളെ ഉടുപ്പിക്കുമ്പോഴാണ്
അത് പൂർത്തിയാകുന്നതെന്ന് തിരിച്ചറിയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇത് പഠിപ്പിക്കുന്നത് ലൈഫ് ഇൻ ക്രൈസ്റ്റ് മസ്റ്റ് ബി ലിവ്ഡ്, നോട്ട് ജസ്റ്റ് ബിലീവ്ഡ്. ലൈഫ് ഇൻ ക്രൈസ്റ്റ് മസ്റ്റ് ബി ലിവ്ഡ്, നോട്ട് ജസ്റ്റ് ബിലീവ്ഡ്. ഈശോയുള്ള ജീവിതം വിശ്വസിക്കാനുള്ളത് മാത്രമല്ല, അത് ജീവിക്കാനുള്ളതാണ്. അതിൻ്റെ മാതൃകയാണ് വെറോനിക്ക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, കംഫർട്ടബിൾ ക്രിസ്ത്യാനിറ്റിയാണ് ഈ കാലത്തിൻ്റെ അപകടമെന്ന്. എനിക്ക് മുറിവേൽക്കാത്ത, എനിക്ക് പരിക്കേൽക്കാത്ത ലെവല് വരെ എനിക്ക് ഭക്തി ഓക്കെയാണ്. എനിക്ക് അപമാനമേൽക്കാൻ വയ്യ, എനിക്കൊരു മുറിവേൽക്കാൻ വയ്യ. കംഫർട്ടബിൾ ക്രിസ്ത്യാനിറ്റി, മാർപ്പാപ്പ പറയുന്നു, അത് ഈ കാലത്തിൻ്റെ അപകടമാണ്. മാർപ്പാപ്പ ഏർജസ് ഫോർ എ കൾച്ചർ ഓഫ് എൻകൗണ്ടർ, കണ്ടുമുട്ടലിൻ്റെ ഒരു സംസ്കാരത്തെ മാർപ്പാപ്പ ക്ഷണിക്കുകയാണ്. അതായത് നീ മുറിയിൽ ഇരുന്ന് പാവങ്ങളെ സഹായിക്കുന്നു, നിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്ത് പാവങ്ങളെ സഹായിക്കുന്നു, ചെയ്യുന്നത് നല്ലത്, അവിടെ അവസാനിക്കരുത്. എൻകൗണ്ടർ, വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ, കരുണയുടെ ഒരു കണ്ടുമുട്ടൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ആൻഡ് വെറോനിക്ക റെപ്രസെൻറ്റ്സ് ദാറ്റ് എൻകൗണ്ടർ. വെറോനിക്ക ആ കണ്ടുമുട്ടലിൻ്റെ പ്രതിനിധിയാണ്. കർത്താവിനെ കണ്ടുമുട്ടിയതിൻ്റെ, ആ തിരുമുഖം ഒപ്പിയെടുത്തതിൻ്റെ പ്രതിനിധി. അപ്പോൾ അവൾ ഈ എൻകൗണ്ടറിൻ്റെ പ്രോഫറ്റാണ്, കണ്ടുമുട്ടലിൻ്റെ പ്രവാചികയാണ് വെറോനിക്ക എന്ന് ഓർക്കണേ. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാക്ടിക്കലായി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. ഒരു കൈത്തുവാലയും കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൂടെ ഒരു വെറോനിക്ക എപ്പോഴും നടന്നു നീങ്ങിയിരുന്നെങ്കിൽ 3 മക്കളിൽ ഒരാൾ വേഗം നിശബ്ദയാകുന്നു. അതിൻ്റെ കാരണമറിഞ്ഞ് ഈ തുവാലയും കൊണ്ട് ചാരത്ത് പോയിരിക്കാൻ ഒരു വെറോനിക്ക കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, അത് അപ്പനാകാം, അമ്മയാകാം, മക്കളിൽ ഒരാളാകാം. ഒരാളുടെ മൗനത്തിൻ്റെ പിന്നിലൊരു സങ്കടമുണ്ടെന്ന്, ഒരാൾ കാണിക്കുന്ന കുരുത്തക്കേടുകൾക്ക് പിന്നിൽ ഒരു നൊമ്പരത്തിൻ്റെ പാടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു വെറോനിക്കായും, ആ വെറോനിക്കായ്ക്കൊരു കൈത്തുവാലയും ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ കുടുംബങ്ങളിൽ ഇനിയുമേറെ മുഴങ്ങിയേനെ. പരസ്പരം ഹൃദയങ്ങളിൽ ഓരോരുത്തരും ഇംപ്രിൻ്റ് ചെയ്യപ്പെട്ടേനെ. യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ള യുവജനങ്ങളെ, ഗ്രാൻഡ് പ്ലാറ്റ്ഫോംസ് തേടി മാത്രം ഇരിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യാൻ, കർത്താവിനോടുള്ള സ്നേഹം കാണിക്കാൻ എപ്പോഴും മുഴുവൻ ലൈറ്റുകളും സൗണ്ടുകളും ആംബിയൻസും വേണമെന്ന് വിചാരിക്കരുതേ. ആ നേരത്തു മാത്രം എക്സ്പ്രസ് ചെയ്യേണ്ട ഒന്നായി നിന്റെ മിശിഹാ വിശ്വാസം ചുരുങ്ങിപ്പോകരുത്. മറിച്ച് അതിനപ്പുറത്ത് ജെന്റിൽ ആക്ട്സ് ഓഫ് മേഴ്സി, നിന്റെ പുഞ്ചിരിയിൽ നിന്റെ വിശ്വാസവും നിന്റെ കരുണയും വെളിപ്പെടട്ടെ. നീ നീട്ടുന്നൊരു കരത്തിൽ നിന്റെ കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടട്ടെ. നീ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ആ നേരത്ത് അത് കർത്താവിനെ ചേർത്ത് പിടിക്കുന്ന അനുഭവമായി നിനക്ക് മാറട്ടെ. അതുകൊണ്ട് ഗ്രാൻഡ് പ്ലാറ്റ്ഫോംസിൻ്റെ ഫെയ്ത്ത് എക്സ്പ്രഷൻസ്, വലിയ പകിട്ടുള്ള ആരവങ്ങളുടെ മധ്യേയുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളെക്കാൾ, ആരും കാണാനില്ലാത്ത നേരത്ത്, ആരും നിന്നെ വിലയിരുത്താനില്ലാത്ത നേരത്തും ഒരു ജെന്റിൽ ആക്ട് ഓഫ് മേഴ്സി, കരുണയുടെ ഒരു മൃദുഭാവം എപ്പോഴും നിനക്കുണ്ടാകട്ടെ. നമുക്ക് ഈ വിചാരങ്ങളോടെ പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, വെറോനിക്കായെ പോലെ കരുണയുടെ തുവാല ഞങ്ങളെപ്പോഴും കയ്യിൽ സൂക്ഷിക്കട്ടെ. കരുണ ചെയ്യുമ്പോൾ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.